भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ ഭാഗവതത്തിൽ അലിയാൻ. എല്ലാവർക്കും തിരുവോണ ആശംസകൾ. പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം മഹാബലിയുടെ സമത്വസുന്ദരമായ കഥയുണർത്തുന്ന തിരുവോണം, വാമന ജയന്തിയുടെ ധന്യതയാർന്ന ഭക്തി നിർഭരമായ തിരുവോണം. എന്നാൽ ഭഗവാന്റെ അവതാരമായ വാമനമൂർത്തി അസുരചക്രവർത്തിയായ മഹാബലിയെ ചവിട്ടി താഴ്ത്തി, വാമനൻ ചതിയനാണ്, മഹാബലി രക്തസാക്ഷിയാണ് എന്ന് പറയുന്നവർക്ക് നേരെ നമുക്ക് പറയാൻ ഭാഗവതമാണ് പ്രമാണം. ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ 15 മുതൽ 23 കൂടിയുള്ള 9 അധ്യായങ്ങളിലൂടെ പറയുന്ന ബലി വാമന കഥയെ ഇവിടെ ഒരു കീർത്തന രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഓട്ടംതുള്ളലിന്റെ ഈണത്തിൽ അവതരിപ്പിക്കുകയാണ്. മഹാബലിയെ തൻ്റെ ആ സഖ്യഭാവത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഭഗവാന്റെ കാരുണ്യത്തിന്റെ കഥ കൂടിയാണിത്. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയല്ല ഉണ്ടായത്, ബിലസ്വർഗങ്ങൾ എന്നറിയപ്പെടുന്ന സുതലത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. ഭഗവാന്റെ തൃപാദങ്ങൾ തൻ്റെ ശിരസിൽ വന്നു ചേർന്നപ്പോൾ ബലി ധന്യനായി എന്നും ആ ബലിയുടെ ഭക്തിയുടെ മുമ്പിൽ ഭഗവാൻ തോറ്റുപോയി എന്നും ആണ് ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ആ സാവർണി മന്വന്തരത്തിൽ 8ാമത്തെ മന്വന്തരത്തിൽ ഈ ബലിക്ക് ഇന്ദ്രസ്ഥാനവും, അതോടൊപ്പം സുതലത്തിൽ ബലിയുടെ കാവൽക്കാരനായി, ഗോപുരത്തിൻ്റെ രക്ഷകനായി, ബലിയുടെ പ്രിയപ്പെട്ട രക്ഷകനായി ഭഗവാൻ ഉണ്ടാകുകയും ചെയ്യും എന്നുള്ള ഉദാത്തമായ ആ കഥയെ ഓട്ടംതുള്ളലിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഓണത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ മാറാനും വാമനമൂർത്തിയുടെ ആ തൃക്കാൽക്കരയപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയോ. ഓണത്തിനുടെ കഥ ഞാൻ പാടാം ഓട്ടൻ തുള്ളലിനീണത്തോടെ. ഓണത്തിനുടെ കഥ ഞാൻ പാടാം ഓട്ടൻ തുള്ളലിനീണത്തോടെ. ഓർക്കുക നിങ്ങൾ ഈ വരിയെന്നും ഓണത്തപ്പനെ ഓർക്കാൻ നിത്യം. മാധവപാതയെല്ലാം നൽകാൻ ആ ബലി മെല്ലെയൊരുങ്ങും നേരം മാബലിയെന്നു പറഞ്ഞു ശുക്രൻ. മാറ്റം വന്നില്ല അവനുടെ ഹൃത്തിൽ. മരണപ്പെട്ടു കിടക്കും നേരം മൃതസഞ്ജീവനി വിദ്യ പകർന്ന മാമക ഗുരുവാണെങ്കിൽ പോലും മാറ്റുക
മറക്കുകയില്ല മഹാബലി സത്യം. ഗുരുവാം ശുക്രൻ തന്നുട കഴിവും അസുരശ്രേഷ്ഠൻ തന്നുട കനിവും ഈരേഴാകുന്നീടും ലോകം ഇവനുടെ കാൽക്കൽ വന്നു സത്യം. ഈശ്വര ചിന്തയതോടെ ഞാനും ഇന്നീ നർമ്മദ നദി തൻ തീരെ ഈ വിധമൊരു ശുഭയാഗം ചെയ്തു ഇവിടെ എത്തി അദ്ഭുത ബാലൻ. അതിഥി കശ്യപപുത്രനതായി അദ്ഭുതരൂപൻ തന്നവതാരം. അന്തണ ബാലനെ കണ്ടൊരു നേരം അജ്ഞൻ ഞാനതറിഞ്ഞതുമില്ല. ആ തേജസ്സിൽ കണ്ണുകൾ മങ്ങി ആ ഭാഗ്യത്തിൽ കണ്ണീർ തിങ്ങി ആ പാദത്തിൽ താണുവണങ്ങി ആ കാലടി കണ്ണീരാൽ മുങ്ങി. എന്താണുണ്ണീ നിന്നുടെ ആശ എന്തായാലും ചൊല്ലുക വേഗം. ഏറിയിടും മമ ഐശ്വര്യത്തിൽ എന്നുടെ കണ്ണുകൾ മങ്ങി സത്യം. ഭൂലോകത്തിനധിപതി എന്നുടെ മുന്നിൽ നിന്നു ചിരിച്ചാനുണ്ണി. മൂന്നടി മണ്ണു തരേണം ഇപ്പോൾ മറ്റൊരു കാമനയില്ലതു സത്യം. പരിഭവമൊട്ടും കാണിക്കാതെ പരിഹാസത്തോടെ ബലിയും ചൊല്ലി പാദം മൂന്നാൽ മണ്ണെന്നാകിൽ പാരം കഷ്ടം നിന്നുടെ ബുദ്ധി. കിട്ടുന്നവയിൽ തൃപ്തി വരാതെ കിട്ടിയിടില്ലിഹമോദം സ്പഷ്ടം. കുട്ടൻ ഈ വിധമോദിയ നേരം കേട്ടു ഞാനും ഗുരുവിൻ ശബ്ദം. മൂന്നടിയെങ്കിൽ നൽകാം ഞാനും മുന്നേ നൽകാം ജലവും ഭക്ത്യ. മുന്നിൽ വന്നു തടഞ്ഞു ശുക്രൻ മൂഢത കാട്ടുകയാണിതു രാജൻ. ദേവന്മാരുടെ കാര്യം കാണാൻ ദേവേശൻ താനിവനും വന്നു. ദേവാരാമമടക്കം സർവം ദേവന്മാർക്കിവൻ നൽകും നൂനം. ജീവൻ രക്ഷിച്ചിടാൻ സ്വൽപ്പം ജീവിതയാത്രയിൽ നുണയായിടാം. ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ജീവിതമില്ല ബലിക്കോ നുണയാൽ. ഉള്ളിൽ മെല്ലെ ചിരിച്ചു ശുക്രൻ ഉള്ളം ബലിയുടെ ശുദ്ധം തന്നെ. ഇല്ലാതായിടട്ടെ എങ്കിലും ഈ വിധ സൗഖ്യം പാമകശാപം. കാരുണ്യാബ്ധിയിൽ മുങ്ങി വാമന കാലുകൾ രണ്ടും കഴുകി ബലിയും കാലടി തീർത്ഥം മൂർധനി ചേർത്തു കണ്ണു നിറഞ്ഞത കൈകൾ കൂപ്പി. വാമനരൂപം പാവനരൂപം വാനിനൊപ്പമുയർന്നു മെല്ലെ. വാക്കുമുറിഞ്ഞത വിബുധ ശ്രേഷ്ഠ വാടാമലരിൻ വർഷം തീർത്തു. ഈരേഴുലകും വാമനമൂർത്തി ഈരടിയായി അളന്നു കാലാൽ. ഇനിയൊരു പാദം എവിടെ വയ്ക്കും യുദ്ധം ചൊല്ലി ശക്രാനുജനും. മൂന്നാം കാലടി എന്റെ ശിരസിൽ മൂലോകേശ വയ്ക്കുക ഇപ്പോൾ. മുക്തിക്കാശ്രയമാകും പാദം മൂർധാവിനൊരു ഭൂഷണമാകും. പാദം
ചേർത്തു ബലിതൻ തലയിൽ പാപം തീർന്നു മഹാബലിയായി സുതലം എന്നൊരു വില സ്വർഗത്തിൽ സുഖമായി വാഴാൻ കൽപ്പനയേകി. കാലിൽ വീണൊരു ബലിയെ ദേവൻ മാറിൽ ചേർത്തു പിടിച്ചു മോദാൽ മേലിൽ ബലിയുടെ ഗോപുരമതിലായി കാവൽ നിൽക്കാൻ ദേവൻ ഉറച്ചു. തൃക്കാൽ ചേർത്തൊരു ഹരിയോ പിന്നെ തൃക്കാൽക്കരയുടെ ഈശ്വരനായി തൃക്കാക്കരയപ്പന്നോ നമ്മുടെ തിരുവോണത്തിൻ വിഗ്രഹമായി. ശ്രാവണമാസം പൊന്നിൻ ചിങ്ങം ശ്രീയോണം ശുഭ തിരുവോണം താൻ ശ്രീപതി തന്നുടെ കാരുണ്യത്താൽ ശ്രീയേറുന്നൊരു ഓണമതായി. മാവേലി കഥ തന്നുടെ സത്യം മാനവരെ മനതാരിൽ ചേർക്കൂ. ചതിയുടെ കഥയായി കാണരുതിനിയും സ്മൃതിയുടെ ഗീതികയാക്കുക നിത്യം. സ്തുതിയുടെ ഗീതികയാക്കുക നിത്യം. എട്ടാം മന്വന്തര സാവർണിയിലെത്തിയിടും ബലിയിന്ദ്രപദത്തിൽ ഏറെ ഭക്തിയിൽ ഭാഗവത കഥ ഏവം ചൊല്ലി ഇവിടെ ഞാനും. വാമനപക്ഷം ബലിതൻ പക്ഷം വാദിക്കുന്നു പല ജനപക്ഷം. ഭഗവാൻ ഭക്തൻ ഒരു പക്ഷം താൻ ഭാഗിക്കൊല്ലേ പലവിധ പക്ഷം. കുമ്പിട്ടു ബലി ശ്രീഹരിപാദേ കുമ്പിട്ടു ബലിപാദേ ഭക്തർ കുമ്പിട്ടു ശുഭവാമനപാദേ ഇമ്പത്തോടിതു പാടിയിടുന്നേ. ഓണത്തിനുടെ കഥ ഞാൻ പാടി ഓട്ടൻ തുള്ളലിനീണത്തോടെ ഓർക്കുക നിങ്ങൾ ഈ വരിയെന്നും. ഓണത്തപ്പനെയോർക്കാൻ നിത്യം ഓണത്തപ്പനെയോർക്കാൻ നിത്യം. നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി വാമനമൂർത്തേ. നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി പാവന കീർത്തേ. വാമനമൂർത്തേ പാവന കീർത്തേ. വാമനമൂർത്തേ പാവന കീർത്തേ. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ തിരുവോണാശംസകൾ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് ഈ ഉത്രാട പുലരിയിൽ പൊന്നുഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ മേൽശാന്തി ഉത്രാട കാഴ്ചക്കുല സമർപ്പിക്കുന്ന ഈ ധന്യനിമിഷങ്ങളിൽ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഓണം നാളെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രഭാഷണത്തിന് തൊട്ടു മുമ്പായി ഓണം ഒരു ഓർമ്മ എന്നുള്ള രീതിയിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ, ഓണത്തിൻ്റെ ഓർമ്മ മാത്രമല്ല ഓണത്തെക്കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി ഉൾപ്പെടുത്തി ഭാഗവതത്തെ പ്രമാണമാക്കി മഹാബലിയുടെയും വാമനന്റെയും കഥ കവിതാരൂപത്തിൽ സമർപ്പിച്ചത്. ഇവിടെ ഭഗവാന്റെ ദ്വാരകയിൽ എത്തിച്ചേരുന്ന ബ്രഹ്മരുദ്രാദി ദേവന്മാര്
ആ ദേവന്മാരെ ഭഗവാനെ സ്തുതിക്കണു. അതിഗംഭീരമായിട്ട് ഭഗവാനോട് സ്വധാമത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കണു, അവരെ അപേക്ഷിക്കണു. ഈ സന്ദർഭത്തിൽ ഭഗവാന്റെ മുമ്പിൽ ദേവന്മാര് നടത്തിയ സ്തുതി, അതാണ് നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കേട്ടത്. ഈ സ്തുതിക്ക് ശേഷം ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നു, ഇത്യഭിഷ്ടോയ വിബുധൈ ശേഷ ശതധൃതിർഹരിം അഭ്യഭാഷത ഗോവിന്ദം പ്രണമ്യാംബരമാശ്രിത. ശേഷ ശതധൃതി, ഈശ്വരനോടുകൂടിയ ശതധൃതി എന്ന് പറഞ്ഞ ബ്രഹ്മാവ്, വിബുധൈ സഹ ദേവന്മാരോടുകൂടി ഇതി അഭിഷ്ടൂയ ഇങ്ങനെ സ്തുതിച്ചതിനു ശേഷം ഹരിം പ്രണമ്യ ഭഗവാനെ നമസ്കരിച്ചിട്ട്, ഹരിയെ നമസ്കരിച്ച്, അംബരം ആശ്രിത ആകാശത്തെ ആശ്രയിച്ച് ഗോവിന്ദം അഭ്യഭാഷത എന്നാണ്. ഇവിടെ ദേവന്മാരോടും മഹാദേവനോടും കൂടി ബ്രഹ്മാവ് വന്ന് ഭഗവാനെ സ്തുതിച്ചു, നമസ്കരിച്ചു. പിന്നീട് ആ ആകാശത്തിൽ നിന്നുകൊണ്ട് ഭഗവാനോട് പറയുകയാണ്. ബ്രഹ്മാവ് പറയുന്നു, ഭൂമേർ ഭാരാവതാരായ പുരാവിജ്ഞാപിത പ്രഭോ ത്വമസ്മാഭിരശേഷാത്മൻ തത്തദൈവോപപാദിതം. പ്രഭോ, അല്ലയോ സമർത്ഥനായിരിക്കുന്ന ഭഗവാനെ, അശേഷാത്മാൻ സമസ്ത ജീവസ്വരൂപങ്ങളുടെയും ആ ജീവനായിരിക്കുന്നവനെ, പുര പണ്ട്, അസ്മാഭി ഭൂമേ ഭാരാവതാരായ ഞങ്ങളാൽ ഭൂമിയുടെ ഭാരത്തെ തീർക്കാനായി ത്വം വിജ്ഞാപിത അങ്ങ് പ്രാർത്ഥിക്കപ്പെട്ടവനായി മാറി. തത് തഥായേവ ഉപപാദിതം അത് അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു. ഇവിടെ പ്രഭുവായുള്ളവനെ, സമസ്ത ജീവസ്വരൂപനായിരിക്കുന്നവനെ എന്ന് ഒരർത്ഥം, മറ്റൊന്ന് പ്രഭോ അശേഷാത്മൻ എന്ന് മറ്റൊരു തരത്തിലും സംബോധന. അപ്പോ തൻ്റെ ഭൃത്യന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുക എന്നുള്ളത് സ്വാമിയുടെ ധർമ്മമാണ്. ഇവിടെ അതെ ഭൃത്യന്മാരായ ദേവന്മാരും എന്ന് പ്രാർത്ഥിച്ചപ്പോ ഭഗവാൻ അതേപോലെ ചെയ്തു. ധർമ്മശ്ച സ്ഥാപിത സൽസു സത്യസന്ധേഷു വൈ ത്വയാ കീർത്തിശ്ച ദിക്ഷു വിക്ഷിപ്ത സർവലോകമലാപഹ. സത്യസന്ധേഷു സൽസു, സത്യത്തിൽ നിഷ്ഠയുള്ള സജ്ജനങ്ങളിൽ, ധർമ്മഹാച ധർമ്മവും, ത്വയ അങ്ങയാൽ സ്ഥാപിത ഉറപ്പിക്കപ്പെട്ടു, സർവലോകമലാപഹ സകല ജനങ്ങളുടെയും പാപത്തെ നശിപ്പിക്കുന്ന കീർത്തി, ദിക്ഷു വിക്ഷിപ്ത ഈ സകല 4 ലോകങ്ങളിലും വ്യാപിപ്പിക്കപ്പെട്ടു എന്നും പറയുന്നു. ഇപ്പൊ സത്യത്തോടെ നടക്കുന്ന സജ്ജനങ്ങൾ അവർക്ക് വേണ്ടി ധർമ്മത്തെ അങ്ങ് ഉറപ്പിച്ചു. പിന്നെ അവിടുത്തെ ലീലകളിലൂടെ കേൾക്കുകയോ ഉച്ചരിക്കുകയോ സ്മരിക്കുകയോ ഒക്കെ ചെയ്താൽ അവരുടെ എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കുന്ന കീർത്തി സകല ദിക്കിലും അങ്ങ് വ്യാപിപ്പിക്കുകയും ചെയ്തു. അവതീര്യ യഥോർവംശേ ബിഭ്രദ്രൂപമനുത്തമം കർമാണ്യുദ്ധാമവൃത്താനി ഹിതായ ജഗതോ കൃത. അനുത്തമം രൂപം ബിഭ്രൽ, അതിശ്രേഷ്ഠമായ ഉത്തമമായിരിക്കുന്ന രൂപത്തെ, ശരീരത്തെ സ്വീകരിച്ചിട്ട്, യഥോ വംശേ അവതീര്യ യദുവിന്റെ വംശത്തിൽ അവതരിച്ചിട്ട്, ഉദ്ധാമവൃത്താനി ഏറ്റവും ഉത്കടങ്ങളായ വിക്രമങ്ങളോട് കൂടിയ കർമാണി കർമ്മങ്ങളെ, ജഗതഃ ഹിതായ അകൃത ഈ ലോകത്തിന്റെ ജഗത്തിന്റെ ഹിതത്തിനു വേണ്ടി ചെയ്തു. അതിശ്രേഷ്ഠമായ നരാകൃതി സ്വീകരിച്ചു. അവിടുന്ന് യാദവ് കുലത്തിൽ അവതരിച്ചു. ലോകത്തിന്റെ നന്മയ്ക്ക് ഉപകരിക്കുന്ന അതിവീര്യത്തെ കാണിക്കുന്ന വിവിധങ്ങളായ ലീലകൾ, കർമ്മങ്ങൾ അവിടുന്ന് ആടുകയും ചെയ്തു. യാനിതേ ചരിതാനീശ മനുഷ്യ സാധവ കലൗ ശൃണ്വന്ത കീർത്തയന്തശ്ച തരിഷ്യന്ത്യഞ്ജസാതമ. ഈശ അല്ലയോ ഈശ്വര, തേ ചരിതാനി യാനി അങ്ങയുടെ ചരിതങ്ങൾ ഏതൊക്കെയാണോ അതിനെ സാധവ സജ്ജനങ്ങൾ, ആ മനുഷ്യര്, സാധവ മനുഷ്യ സജ്ജനങ്ങളായിട്ടുള്ള മനുഷ്യര്, ശൃണ്വന്ത കേൾക്കുകയും, കീർത്തയന്ത കീർത്തിക്കുകയും ചെയ്തിട്ട്, അഞ്ജസ കലൗ തമ തരിഷ്യന്തി ഈ കലിയുഗത്തിൽ വളരെ പെട്ടെന്ന് ആയാസമില്ലാതെ, അഞ്ജസ ഈ കലിയുഗത്തിന്റെ അജ്ഞാനത്തെ മറുകര കടക്കുന്നു.
ഓ അങ്ങയുടെ ചരിതങ്ങൾ പാടുന്നത്, അത് കേൾക്കുന്നത്, അതിനെ സ്മരിക്കുന്നതൊക്കെ തന്നെ സകല തരത്തിലുള്ള പാപങ്ങളെയും ഇല്ലാതെയാക്കണു, അജ്ഞാന അന്ധകാരത്തെ ഇല്ലാതെയാക്കണു, കലിയുഗത്തിലെ ദോഷങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കണു, കലിയുഗത്തിൽ ജനന മരണ ദുഃഖങ്ങൾക്ക് കാരണമായ അജ്ഞാനത്തെ ഇല്ലാതെയാക്കണു. അല്ലെ, കലൗ സങ്കീർത്തിയ കേശവം എന്നാണ്. കലിയുഗത്തിൽ ഭഗവാന്റെ നാമങ്ങൾ പാടുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ മുക്തി ലഭിക്കും. കലിയുഗം അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള യുഗമായിട്ടാണ് സജ്ജനങ്ങൾ പറയുക. യോഗാദികൾ പോലെ പ്രയാസമുള്ളതല്ല കലിയുഗത്തിലെ ഭഗവത് ആരാധന അല്ലെങ്കിൽ ഭഗവത് സബര്യ. വളരെ എളുപ്പത്തിൽ സാധിക്കും. പണ്ഡിതനും പാമരനും വൃദ്ധനും ബാലനും സ്ത്രീക്കും പുരുഷനും ഒക്കെ അനായാസേന ചെയ്യാവുന്നതാണ് ഈ കലിയുഗത്തിലെ ധർമ്മം. അത് കേശവനാമത്തെ ജപിക്കുക എന്നുള്ളതാണ്. യദുവംശേവതീർണസ്യ ഭവത പുരുഷോത്തമ ശരക്ഷതം വ്യതീയായ പഞ്ചവിംശാധികം പ്രഭോ. പുരുഷോത്തമ, പുരുഷശ്രേഷ്ഠ, യദുവംശേ അവതീർണസ്യ, യദുകുലത്തിൽ അവതരിച്ച ഭവത അങ്ങയ്ക്ക് പ്രഭോ, പ്രഭുവായിരിക്കുന്ന ഭഗവാനെ പഞ്ചവിംശാധികം ശതം 25 അധികമുള്ള ആ ശതം ശരത് 100 കൊല്ലം വ്യതിയായ കഴിഞ്ഞു എന്ന് വെച്ചാൽ അങ്ങ് യദുകുലത്തിൽ ഈ കൃഷ്ണനായി അവതരിച്ചിട്ട് ഇപ്പോ 125 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അങ്ങക്ക് 125 വയസ്സായി എന്നാണ്. നാഥുനാഥേഖിലാധാര ദേവകാര്യാവശേഷിതം കുലം ച വിപ്രശാപേന നഷ്ടപ്രായം അഭൂതിതം. അതോടൊപ്പം തന്നെ അഖിലാധാര, ഈ ലോകത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന ഭഗവാനെ, അധുന തേ ഇതം കുലം, ഇപ്പോ അങ്ങയുടെ ഈ കുലവും വിപ്രശാപേന നഷ്ടപ്രായം അഭൂത്, ബ്രാഹ്മണ ശാപം കൊണ്ട് നശിച്ചതുപോലെ ആയി. നശിച്ചു എന്നല്ല, ഏകദേശം അതിന് തുല്യമായി. എന്നിട്ടോ ദേവകാര്യാവശേഷിതം, ദേവകാര്യങ്ങൾ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഉണർത്തിച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്തു. ഇനി ദേവകാര്യങ്ങളും പൂർത്തിയാക്കാനില്ല. സകല ചരാചരങ്ങൾക്കും ആധാരമായിരിക്കുന്ന അവിടുന്ന് ദേവകാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു. യദുകുലം നാശത്തിന്റെ വക്കിലാണ്. ബ്രാഹ്മണ ശാപം അവർക്കുണ്ടായി. 125 വർഷക്കാലായി. ഇനി എന്തു വേണം? തത സ്വധാമ പരമം വിശസ്വ യതി മന്യസേ സലോകാൻ ലോകപാലാൻ ന പാഹി വൈകുണ്ഠ കിങ്കരാൻ. തത അതുകൊണ്ട് മന്യസേ യതി അങ്ങ് വിചാരിക്കുന്നുവെങ്കിൽ പരമം സ്വധാമ പരമമായ അവിടുത്തെ ധാമത്തിലേക്ക് വിശസ്വ അങ്ങോട്ട് തന്നെ തിരിച്ച് പ്രാപിച്ചാലും സലോകാൻ ലോകപാലാൻ കിങ്കരാൻ ലോകങ്ങളോടുകൂടിയും ലോകങ്ങളെ രക്ഷിക്കുന്നവരും കിങ്കരന്മാര് ഭൃത്യന്മാരുമായ ഞങ്ങളെ നാ വൈകുണ്ഠ പാഹി, ലയോ വൈകുണ്ഠ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവതാരകാര്യം ദുഷ്ടജനങ്ങളെ ഇല്ലാതെയാക്കുകയും ശിഷ്ടന്മാരെ അനുഗ്രഹിക്കുകയാണ്. അത് രണ്ടും പൂർത്തിയായി കഴിഞ്ഞു എന്നാണ്. ഇനി അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ സർവോത്കൃഷ്ടമായ ആ വൈകുണ്ഠ ലോകത്തിലേക്ക് അങ്ങ് തിരിച്ച് പോകേണ്ട സമയമായി എന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ലോകത്തിലേക്ക് വന്ന് ഞങ്ങൾ ചെയ്യുന്ന പൂജ സ്വീകരിച്ച് അനുഗ്രഹിക്കണേ. ഞങ്ങൾ അങ്ങയുടെ കിങ്കരന്മാരാണല്ലോ. ഇത് ബ്രഹ്മാവിന്റെ ഈ വാക്കുകൾ കഴിഞ്ഞപ്പോ ശിശുബ്രഹ്മർഷി പറയുകയാണ്, സംസ്തുതോ ഭഗവാനിദ്ധം വിബുധൈ പത്മജാതിഭി പ്രതിനന്ദ്യാഹതാൻ രാജൻ മായാമനുജ ഈശ്വര. ഇദ്ധം ഇങ്ങനെ പത്മജാതിഭി ബ്രഹ്മാവ് തുടങ്ങിയ വിബുധൈഹി ദേവന്മാരാൽ സംസ്തുത നന്നായി സ്തുതിക്കപ്പെട്ടും മായാമനുജ മായ കൊണ്ട് മനുഷ്യനായും ഈശ്വര എല്ലാം ചെയ്യാൻ സമർത്ഥനായിരിക്കുന്ന ആ ഭഗവാൻ അല്ലയോ പരീക്ഷത്തെ താൻ പ്രതിനന്ദ്യ ആഹ അവരെ അഭിനന്ദിച്ചിട്ട് ഭഗവാൻ ഇത്തരത്തിൽ പറഞ്ഞു എന്നാണ്. ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാര് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ ആ സ്തുതിയിൽ സന്തോഷിച്ചു. അങ്ങനെ സേവകന്മാർ ഓരോ സമയത്തും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സ്വാമിയുമായി ആലോചിച്ച്
സ്വാമിയോട് ചോദിച്ച് അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയാണ് ചെയ്യുക. ഇവിടെ ദേവന്മാരും അവരുടെ മുഴുവൻ നാഥനായിരിക്കുന്ന ഭഗവാനോട് കാര്യങ്ങൾ ഉണർത്തിച്ചു. ഇത് കേട്ടപ്പോ ഭഗവാൻ അവരോട് പറയുകയാണ്, അവധാരിതമേ തന്മേ യഥാധ വിബുധേശ്വര കൃതം വ കാര്യമഖിലം ഭൂമേ ഭാരോവതാരിത. വിബുധേശ്വര ദേവശ്രേഷ്ഠ, യത് ആധ എന്താണോ അങ്ങ് പറഞ്ഞത്, ഏതത് മേ അത് എന്നാൽ അവതാരിതം അറിഞ്ഞു കഴിഞ്ഞതാണ്. വാ നിങ്ങളുടെ അഖിലം കാര്യം എല്ലാ കാര്യങ്ങളും കൃതം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഭൂമേ ഭാരഹ അവതാരിത ഭൂമിയുടെ ഭാരം ഇറക്കി വെക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഭൂമിഭാരം തീർക്കണം എന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം, അതും പൂർത്തിയായിരിക്കുന്നു. ഇനി തദിതം യാദവകുലം വീര്യശൗര്യശ്രിയോദ്ധതം ലോകം ജിഘൃക്ഷദ്യുദ്ധം മേ വേലയേവ മഹാർണവ. വീര്യശൗര്യശ്രിയോദ്ധതം വീര്യം ശൗര്യം സമ്പത്ത് ഇതുകൊണ്ട് ഗർവിഷ്ഠമായിരിക്കുന്ന ഈ ലോകത്തെ ജിഘൃക്ഷത് നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തത് ഇതം ഈ യാദവകുലം മേ വേലയാ മഹാർണവ ഇവ എന്നാൽ കരയാൽ മഹാസമുദ്രം എന്നതുപോലെ തടുക്കപ്പെട്ടിരിക്കുകയാണ്. വൈകുണ്ഠഗമനത്തിന് ഇനി കുറച്ചു സമയം കൂടി വേണമെന്നാണ്. കാരണം എന്താ, യുദ്ധസാമർഥ്യമാകുന്ന വീര്യം കൊണ്ടും യുദ്ധത്തിൽ ഭയമില്ലായ്മയാകുന്ന ശൗര്യം കൊണ്ടും ധനാദി സമ്പത്ത് കൊണ്ടും ഒക്കെ യാദവ കുലം വീര്യശൗര്യ ശ്രിയോദ്ധതം ആണ്. വീര്യം ശൗര്യം സമ്പത്ത്, അതുകൊണ്ട് ആർക്കും ഇപ്പോ യാദവന്മാരെ തോൽപ്പിക്കാൻ കഴിയണതില്ല. പക്ഷേ ഈ യാദവ കുലത്തെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്ക് അഹങ്കാരം വന്നാൽ സമുദ്രത്തെ കരയുന്നത് പോലെ ഞാനിതാ ഇപ്പോ തടഞ്ഞു നിർത്തിയേക്കണൂന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പോയാലോ, കരയില്ലെങ്കിൽ സമുദ്രം ലോകത്തെ നശിപ്പിക്കില്ലേ? അതേപോലെ എൻ്റെ ഒരു നിയന്ത്രണം എപ്പോ ഇല്ലാതെയാവണോ ഇവർ ഈ ലോകത്തിന് ഭാരമായിട്ട് തീരും. യദ്യസംഹൃത്യ ദൃപ്താനാം യദൂനാം വിപുലം കുലം ഗന്ധാസ്മ്യനേന ലോകോയമുദ്വേലേന വിനങ്ക്ഷ്യതി. ദൃപ്താനാം യദൂനാം ദൃപ്തന്മാരായ അഹങ്കാരികളായ യാദവന്മാരുടെ വിപുലം കുലം വളരെ വലുതായിട്ടുള്ള ഈ കുലത്തെ വംശത്തെ അസംഹൃത്യ സംഹരിക്കാതെ യതി ഗന്ധ അസ്മി ഞാൻ തിരിച്ചു വന്നാൽ ഉദ്വേലേന ഇവരൊക്കെ മര്യാദ തെറ്റി നടക്കുന്ന അനേന ഈ യാദവകുലം കൊണ്ട് അയം ലോകഹ വിനങ്ക്ഷതി ഈ ലോകം നശിച്ചു പോകും. ഗർവിഷ്ഠന്മാരായ യാദവന്മാരെ ഞാനിവിടെ ഉപേക്ഷിച്ചു പോയാൽ അവരെ വംശത്തെ മാത്രമല്ല ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കും. യദുകുലം കാരണം ഈ ലോകം നശിക്കും. ഇദാനിം നാശ ആരബ്ധ കുലസ്യ ദ്വിജശാപത യാസ്യാമി ഭവനം ബ്രഹ്മണേ തദന്തേ തവാനഘ. ഇദാനിം നാശ ആരബ്ധ ദ്വിജശാപത ബ്രാഹ്മണശാപം കൊണ്ട് ഇപ്പോ ഈ കുലത്തിന്റെ നാശം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഇവിടെ പറയുകയാണ് അനഘ പാപമില്ലാത്തവനെ ഏതദന്തേ തവ ഭവനം യാസ്യാമി ഇതിന്റെ അവസാനത്തിൽ ഞാൻ ആ സത്യലോകത്തിലേക്ക് വരാം. അത് കഴിഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് പ്രതിജ്ഞ ചെയ്യാണ് ഭഗവാൻ. യദുകുലത്തിന്റെ നാശം സംഭവിച്ച ശേഷം ഞാൻ അങ്ങയുടെ ലോകത്തിലേക്ക് വരും. സത്യലോകം കടന്നിട്ടാണ് അത്രേ വൈകുണ്ഠത്തിലേക്ക് എത്തുക. അപ്പോ ആ സമയത്ത് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരാം എന്ന് പറയുന്ന ഭാഗം ആ 32ാമത്തെ ശ്ലോകത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. മറ്റ് ഭാഗങ്ങൾ നമുക്ക് തിരുവോണ പുലരിയിൽ കേൾക്കാൻ ആ വാമനമൂർത്തി പാവനകീർത്തിയായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്പാദങ്ങളിൽ ഈ വാക്കുകളെ ചേർത്തു വയ്ക്കുന്നു. ഹരേ നമഃ. ഞങ്ങൾ ആരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു.
ഉണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം. ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം.
രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.